ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് വെച്ച് ശ്രീ MD വാസുദേവൻ നായർ നടത്തിയ വിവാദ പ്രസ്താവന ഭൂതത്തെ കുടം തുറന്ന് വിട്ടതുപോലെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം പറഞ്ഞിരുന്ന ഉദ്ദേശിക്കുന്ന ആരെയാണ് എന്ന്. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ BJP ആണോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് സമഗ്രാധിപത്യം, സർവാധിപത്യം, മൂല്യശോഷണം ഇവയെ പറ്റിയാണ്. സമൂഹത്തിലാകെ ഇപ്പോൾ സമഗ്രാധിപത്യമാണ്. സംഭവം ശരിയാ. നമ്മുടെ മുഖ്യമന്ത്രിയും മരുമകൻ മരാമത്ത് മന്ത്രിയും സന്നിഹിതരായിരുന്ന വേദിയിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒളിയമ്പുകൾ പ്രഥമവും പ്രധാനവുമായി മുഖ്യമന്ത്രി ലക്ഷ്യമാക്കിയുള്ളതാണ് എന്ന് നിസ്സംശയം പറയാം. EP ജയരാജനത്തിന് ന്യായീകരിച്ചാലും ദേശാഭിമാനി എന്തൊക്കെ പുറത്തു വിട്ടാലും പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രിയും മരുമകൻ മരാമത്ത് മന്ത്രിയും തന്നെയായിരുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ മൂല്യച്യുതിയെ പറ്റി, സമഗ്രാധിപത്യത്തെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പലരെയും അസ്വസ്ഥരാക്കി. മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ എടുക്കുക. തിരുവായ്ക്ക് എതിർവായില്ല, പിണറായിക്ക് എതിർവായില്ല. മന്ത്രിമാരുടെ ഇടയിലോ മറ്റ് ഘടകകക്ഷികളുടെ ഇടയിലോ പോലും ഒരു എതിർവായുമില്ല. പിണറായി എന്തു പറയുന്നോ അത് നടക്കും, അതേ നടക്കൂ. ഒരു ഉദാഹരണം എടുക്കുക. പാലായില് നവകേരള സദസ്സില് പരിണതപ്രജ്ഞനായ ചാഴികാടനെ അദ്ദേഹം തിരുത്തി. റബ്ബറിന്റെ വിലയിടിനെ പറഞ്ഞപ്പോ മറ്റു പല കാര്യങ്ങളും പറഞ്ഞപ്പോ അതിനുള്ള വേദിയല്ല ഇതെന്ന് പറഞ്ഞു. പിന്നെ എന്തിനുള്ള വേദിയാണാവോ? ഒരുപക്ഷെ ഇലക്ഷൻ അടുത്തുവല്ലേ എന്ന് കരുതി ചാഴികാടൻ മൗനം ഭജിച്ചായിരിക്കണം. അവിടെ വിമർശിക്കപ്പെട്ട ചാഴികാടൻ മാത്രമല്ല, പാലായി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്. കേരള കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവ് ചാഴികാടൻ വിമർശിച്ചപ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ്സുകാർക്ക് നൊന്നിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് കരുതി അവർ മൗനം ഭഞ്ജിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലും പിണറായിയുടെ വാക്കിന് എതിരായി ആരും ഒന്നും പറയാറില്ല. ധനമന്ത്രി, ധനകാര്യത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നു അത് നടത്തി കൊടുക്കുക, അത്ര തന്നെ. LDF ഗവൺമെന്റിനെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി. പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ പാണന്റെ പാട്ട് പോലെയാ. അതേ കഴിഞ്ഞ പറയുകയുണ്ടായി, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സൂര്യനാണെന്നോ അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുമെന്നോ എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓർക്കണം, ശ്രീ P ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ കുറെ പോസ്റ്ററുകൾ നിർമ്മിച്ചപ്പോ താരാരാധന ഈ പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തതാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ പറ്റി ഇപ്പൊ എന്തെല്ലാമോ പറയുന്നത്. ഇപ്പൊ പാർട്ടിക്കാരില്ല, ഏറാൻ മൂളികളെ ഉള്ളൂ, വെറും ഏറാൻ മൂളികൾ മാത്രം. അത് തന്നെയാണ് MD വിമർശിച്ചത്, സമഗ്രാധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യം എന്ന്. ഇനി കേരളം വിട്ട് കേന്ദ്രത്തേക്ക് ചെന്നാലോ? കേന്ദ്ര ഗവൺമെന്റിൽ പ്രധാനമന്ത്രി അല്ലാതെ മറ്റേതെങ്കിലും ഒരു മന്ത്രി ഉള്ളതായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മറ്റു മന്ത്രിമാരൊക്കെ വെറും അനുചരന്മാർ മാത്രം. പ്രധാനമന്ത്രി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന വെറും അനുചരന്മാർ മാത്രം. സ്വന്തമായ അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു മന്ത്രിയെ പോലും ഇതുവരെയും കണ്ടിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയാണ്. ശ്രീമതി നിർമ്മല സീതാരാമനെ ഏറ്റവും അധികം വിമർശിക്കുന്നത് പരകാല പ്രഭാകർ എന്നയാളാണ്. അറിയോ അദ്ദേഹത്തിന്റെ? അവരുടെ ഭർത്താവാണ്. ആ ഭർത്താവായി നന്നായി, അല്ലായിരുന്നെങ്കിൽ RSകാർ പോയി പൂശിക്കളഞ്ഞേനെ. അതായപ്പോ ഇന്ത്യയിലെ അവസ്ഥ. ശക്തമായൊരു വിമർശനം, അസഹിഷ്ണുതയാണ് അതിനോട്. അതിനെ ക്രിയാത്മകമായി സ്വാഗതം ചെയ്യാൻ ഒരു പാർട്ടിയും തയ്യാറാവുന്നില്ല. BJP മാത്രം പറയണ്ട. രാഹുൽ ഗാന്ധി വിമർശിച്ച പിറ്റേ ദിവസം സസ്പെൻഷൻ ഉറപ്പാണ്. ഒരു മാസം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. വിമർശനം ഇല്ല. അത് തന്നെയാണ് MD പറഞ്ഞത്, സമഗ്രാധിപത്യം സർവാധിപത്യം. അതിനേക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാരമെന്നാൽ പൊതുജന സേവനമാണ് എന്ന കാര്യം നമ്മൾ മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ആശയം നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നു. ശരിയല്ലേ? നമ്മൾ കാണുന്നതല്ലേ? അധികാര സ്ഥാനത്തിരിക്കുന്നവർ ആർക്ക് വേണ്ടി ഭരിക്കുന്നു? അവർക്ക് വേണ്ടി, അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി, അവരുടെ സ്വന്തക്കാർക്ക് വേണ്ടി, ജനത്തിനു വേണ്ടിയാണോ? പാർട്ടി നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ളവർ, കണ്ണട ചോറക്ക് മുമ്പേ കോടീശ്വരന്മാരാകുന്നത് എങ്ങനെയാണ്? അഴിമതിയിലൂടെ മാത്രം, ഒരു സംശയവുമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി. അതൊക്കെ എന്നേ മറന്നു പോയിരിക്കുന്നു. ഇന്ത്യയിൽ അത് ഒട്ടുമേ ഇല്ല തന്നെ. അത് തന്നെയാണ് MD വാസുദേവൻ നായർ ആ പ്രസംഗത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്.